തട്ടാര് പണപ്പെരുവും കഴിഞ്ഞ് പോവുമല്ലേ, മടി നിറച്ച് പണമായിരിക്കും. കാണ കൊള്ളാവുന്ന പെമ്പിള്ളേരുള്ള വീട്ടില് തട്ടാര് പണം പലിശക്ക് കൊടുക്കത്തുള്ളൂ. അത് ലോകം പറഞ്ഞ കാര്യമല്ലേ. തട്ടാര് പണം പലിശ കൊടുക്കുന്ന വീട്ടിലെ പെമ്പിള്ളേരെ കെട്ടാൻ ഈ നാട്ടിലെ ഏതെങ്കിലും ചെറുപ്പക്കാർ തയ്യാറുണ്ടോ? കഴിച്ചിട്ടും വലിയ കാര്യമൊന്നുമില്ല. ശ്രീധരന്റെ മോക്ക് ഒരു കല്യാണാലോചന ഒത്തു വന്നതാ. തട്ടാരോട് അയാൾ പണം മേടിച്ചിട്ടുള്ള വിവരം അവരെങ്ങനെയോ അറിഞ്ഞ്. എന്നിട്ട് ആ ചെറുക്കൻ പറയുക ആ പെണ്ണിനെ അവന് വേണ്ടാന്ന്. എവിടെ ഒരു പലിശയ്ക്ക് കൊടുപ്പ്. ശ്രീധരൻ എവിടെ ഇല്ലേ? നീ എന്തായാലും മനുഷ്യരെ കാണാതെ ഓടി അകത്ത് കയറിയത്? അച്ഛൻ ഇവിടെ ഇല്ല. ആ, തിരിച്ചു തരണ്ടെന്ന് വിചാരിച്ചോ അപ്പം പലിശയ്ക്ക് പോയത്? അതാ നിന്റെ ആങ്ങൾക്ക് ജോലി കിട്ടിയോ? അച്ചുത്തട്ടായുടെ കൈ കൊണ്ട് ആർക്ക് പണം കൊടുത്താലും മോശം വരില്ല. നീ അച്ഛനോട് പറഞ്ഞേരെ പണം തരാമെന്ന് പറഞ്ഞ തീയതിയൊക്കെ കഴിഞ്ഞെന്ന്. അച്ഛൻ ഒരിടത്ത് നിന്ന് പണം ചോദിച്ചിട്ടുണ്ട്. ഇത് കിട്ടിയാൽ ഉടനെ അച്ഛത്തട്ടാരെ പണം കൊണ്ട് തരാം. പണം കിട്ടിയാലല്ലേ? ആ, നീ പറഞ്ഞുകൊണ്ട് ഞാൻ കുറച്ചു ദിവസം കൂടെ ക്ഷമിക്കാം. നീ എന്തായാലും മറയെ തന്നെ നിൽക്കുന്നേ? ഇങ്ങോട്ട് ഇറങ്ങി വാ, ഞാനൊന്ന് കാണട്ടെ. ഇറങ്ങി വാടി പെണ്ണേ, നീ അങ്ങ് വളർന്നു പോയല്ലോടി പെണ്ണേ. പെണ്ണുങ്ങളായ ഇങ്ങനെ വേണം. നിനക്ക് സ്വന്തം ആവശ്യത്തിന് വല്ല പണമോ പൊന്നോ പൊടിയോ വല്ലതും വേണം, വീട്ടിലേക്ക് വന്നാ മതി കേട്ടോ. ആരാ മോളെ? ഓ, കല്യാണത്തുള്ള സുഖമില്ലാതെ കിടക്കാണല്ലേ? വിളിക്കണ്ട, ഞാൻ പോവാ. ഞാൻ പറഞ്ഞു, നീ മറക്കണ്ട കേട്ടോ. ശാന്തേ, ശാന്തേ, ശാന്തമ്മേ. എന്താ? ഞാനൊന്ന് പുറത്തിറങ്ങിട്ട് വരാം. കള്ള് ഷാപ്പിലേക്കല്ലേ? രാവിലെ മുതലിരുന്ന് തയ്ക്കുന്നതേ. അപ്പോ വൈകുന്നേരം കുളിയൊക്കെ കഴിഞ്ഞ് ഒരു കള്ള് കുടിക്കുന്നതിൽ ഒരു തെറ്റുമില്ല. കുടിച്ചിരിക്കണം, അതാ അതിന്റെ ശരി. 4-5 വർഷം കഴിഞ്ഞില്ലേ നീ എന്റെ ഭാര്യയായിട്ട്? എന്നിട്ട് നിനക്കിതിനെ പറ്റി ഒരു വിവരമില്ലല്ലോ. മതി മതി, ഈ വിവരം ഒക്കെ മതി. ചെന്നാട്ടെ. അങ്ങനെ പറ. അമ്മൂട്ടിയെ, വരട്ടെ. അച്ചുത്തട്ടാര് പണം പലിശയ്ക്ക് കൊടുത്താ തിരിച്ചു വാങ്ങാനും അറിയാം. പണം കിട്ടിയില്ലേ മോലാക്കിയിരിക്കും. എന്നിട്ട് പത്രോസ് പണം തന്ന 3000 ഒളിവായിക്ക് അവൻ എന്നെ 30,000 തവണ നടത്തി. അപ്പോ പത്രോസിന് കൊടുത്ത പണം ഗോപി അല്ലേ? രൂപ കിട്ടിയില്ലെങ്കിൽ എന്താ, അതിനുള്ള ഉരുപ്പടി ഞാൻ മോലാക്കി. പത്രോസ് പെങ്ങളെ കെട്ടിക്കാൻ വെച്ചിരുന്ന പൊന്നെടുത്തോണ്ട് പോന്നായിരിക്കും അല്ലേ? പിന്നെ എങ്ങനെ മുതലാക്കി? എടാ, ഈ ലോകത്ത് ഏറ്റവും വില കൂടിയ 2 സാധനങ്ങളേ ഉള്ളൂ. ഏതൊക്കെയാന്നറിയാവോ? എന്താ? പൊന്നും പെണ്ണും. പൊന്നെന്ന് പറഞ്ഞാ പണം. പണം എന്റെ പോയി. പിന്നെ പെണ്ണ്, അത് ഞാൻ മുതലാക്കി. എങ്ങനെ? ലോകത്തൊരു കുഞ്ഞു പോലും അറിയാതെ പത്രോസിന്റെ ഭാര്യ റോസക്കുട്ടിയെ ഞാൻ. അയ്യോ, അതാടാ അച്ചുത്തട്ടാര്. മനസ്സിലായോ? ഭഗവതി, അച്ചുതട്ടാറ് ഞാൻ സമ്മതിച്ചിരിക്കുന്നു. അപ്പോഴേ ഭാർഗവ, തയ്യക്കട തുടങ്ങാൻ ജാമ്യമില്ലാതെയാ ഞാൻ നിനക്ക് 5000 രൂപ തന്നിട്ടുള്ളത്. പലിശ തന്നെ ഇത് 3ാമത്തെ മുടക്കമാ. ഇത് ഇങ്ങനെ പോയാൽ. അയ്യോ, ഞാൻ ആവുന്നത് വേഗം തിരിച്ചു തരാം അച്ചുതട്ടാരെ. ആ ഓർമ്മ വേണം. ഞാൻ വരട്ടെ. നേരം അങ്ങോട്ട് കണ്ടിടത്തൊക്കെ തെണ്ടി കിടന്നിട്ട് പണിയെടുക്കുന്ന സമയത്ത് ഉറങ്ങുന്നോ? എഴുന്നേറ്റിരുന്ന് പണിയടാ. എന്താ നോക്കി നിൽക്കുന്നേ? ചോറോളം വേഗടി. അവിടെ നോക്കാൻ വന്നിരിക്കുന്നു. ഉറങ്ങാൻ കണ്ട് സമയേ.
അവിടെ വച്ചേക്ക്. ശാന്തമ്മേ, നീ ഇങ്ങനെ കുനിഞ്ഞിന്ന് പണിയെടുക്കരുതെന്ന് ഡോക്ടർ പറഞ്ഞിട്ടില്ലേ? യൂട്രസ് മാറ്റിയതാ, നടുവിളക്കരുത്. അതൊക്കെ നോക്കിയാ ചേട്ടന്റെയും മോളുടെയും കാര്യം ആരാ നോക്കുക? എന്തെങ്കിലുമൊക്കെ ഇവളും ചെയ്യില്ലേ? കൊച്ചു കുട്ടിയൊന്നും അല്ലല്ലോ, 10-17 വയസ്സായില്ലേ? അമ്മു, നീ ഇതൊന്ന് വിളമ്പേ. അമ്മു, നീ ഇങ്ങട് വാ. വാ, ഇതൊക്കെ ഒന്ന് വിളമ്പേ. അമ്മു, നീ ഇങ്ങോട്ട് വാ, ഇത് ഇത്തിരി കൂടി ഒഴിച്ചേ. വാ വാ. നിന്നോടല്ലേ ഞാൻ വേണ്ടാന്ന് പറഞ്ഞത്? എനിക്കിപ്പോ ഒരു അസുഖവും ഇല്ല ചേട്ടാ. എന്നൊക്കെ ഇപ്പൊ പറയും. നടു അനങ്ങിയാലുണ്ടല്ലോ വേദന കൂടും. പറഞ്ഞില്ലെന്ന് വേണ്ട, ഒന്ന് പറഞ്ഞു കൊടുക്ക എന്റെ അമ്മൂട്ടിയെ. ചേട്ടൻ എന്താ ആലോചിക്കുന്നേ? ഒന്നുമില്ല. എനിക്കറിയാം, ഇനി എനിക്ക് പ്രസവിക്കാനാവൂലല്ലോ എന്ന് ഓർത്തിട്ടല്ലേ. ഭാർഗവേട്ടന് ആൺകുട്ടിയോടാണ് ഇഷ്ടം. പക്ഷെ ഇനി ഇപ്പൊ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. യൂട്രസ് എടുത്ത് പുല്ല് പോലെ കളഞ്ഞില്ലേ ഡോക്ടർ? അതിന്റെ വില എന്താന്ന് ഡോക്ടർക്ക് അറിയോ? അമ്മൂന് 1-2 ആലോചനയായിട്ട് ആ ബ്രോക്കർ നാരായണേട്ടൻ വന്നിരുന്നു. നാരായണ ചേട്ടനും നാരായണ ചേച്ചി വന്നിട്ട് എന്താ കാര്യം? കയ്യില് തുട്ടുണ്ടാ? കട തുടങ്ങാനേ 5000 രൂപയാ അച്ചുതട്ടാരോട് വാങ്ങിയിട്ടുള്ളത്. അതിന്റെ പലിശ പോലും 3 മുടക്കാ. അയാള് പണം കിട്ടാത്തടന്ന് പണം മുതലാക്കണ കാര്യം കേട്ടിട്ടേ എനിക്ക് പേടിയാവണു ഈശ്വര. അവളുടെ കാര്യം നോക്കാൻ നമ്മളല്ലാതെ പിന്നെ ആരാ ഉള്ളത്? അവൾക്ക് ഞാനില്ലേ? അവളുടെ കാര്യം ഞാൻ ആലോചിക്കാകില്ല. വരട്ടെ. ഇങ്ങോട്ട് അച്ചുതട്ടാർ എവിടെ പോയി? അച്ഛൻ കുളിക്കുക. ഇത് ചെറുക്കൻ നല്ല സെറ്റപ്പാ. ഞാനിപ്പ ചേച്ചി അവര് വന്നിട്ടുണ്ട്. ചേച്ചി കുറച്ച് കാപ്പിയിട്. പിന്നെ ചെറുക്കനെ കാണാൻ നല്ല ഭംഗിയാ. എന്റെ ഭഗവതി, ഇതെങ്കിലും ഒന്നും നടന്നാ മതിയായിരുന്നു. പെണ്ണിന്റെ ഇളയതാ. എന്ത് ചെയ്യുന്നു? പിന്നെ ഞാനിവിടെ തട്ടാരുടെ കൂടെ നിന്ന് പണിയാ. അതെ, പിന്നെ ഇവർക്ക് അടുത്ത വണ്ടിക്ക് ടൗണിലേക്ക് പോകാനുള്ള സെറ്റപ്പിലാ. കുറെ ദൂരം പോകാനുള്ളതല്ലേ. അച്ഛനെ വിളിക്ക്, അച്ഛൻ ഇപ്പൊ വരും. ആർക്കാ ഇത്? അച്ഛാ, ചേച്ചിയെ കാണാൻ നാരായണൻ ചേട്ടനോട് 2 പേര് വന്നിരിക്കുന്നു. അതിനായിരിക്കും കാപ്പി ഉണ്ടാക്കിയത്. ഞാനൊന്ന് സംസാരിക്കട്ടെ, എന്നിട്ട് മതി കാപ്പിയും ചായയും ഒക്കെ. ആ തട്ടാരെ, ഇതാണ് ഞാൻ പറഞ്ഞ ചെറുക്കൻ. ഇത് അമ്മാവൻ. ചെറുക്കൻ അണ്ടിക്കമ്പനിയിലാ ജോലി. 900 രൂപ ശമ്പളമുണ്ട്. 25,000 രൂപയും 10 പവന്റെ ആഭരണവും കൊടുക്കണം. ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞ് സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്. എഴുന്നേറ്റ് എഴുന്നേറ്റ്. ഇപ്പോഴാണോ തമാശ പറയുന്നത്? തട്ടാർക്ക് എപ്പോഴും ഒരു തമാശ. 25,000 ഉളുവായും 10 പവന്റെ പൊന്നും ഇവിടെ എടുത്ത് കെട്ടി വെച്ചിരിക്കല്ലേ. എന്റെ മോക്ക് എന്നാ ഒരു കുഴപ്പം? തട്ടാടെ ഈ സ്വഭാവം കൊണ്ടാ. മോൾക്ക് 18 വയസ്സായി, വെച്ചോണ്ടിരുന്നു. എന്നെ മോളെ, കാശൊന്നും വാങ്ങാൻ കെട്ടാൻ പറ്റുന്ന കെട്ടിയാ മതി. ഇനിയിപ്പോ ഇയാള് പറയണോ? വന്നാട്ടെ, നമുക്ക് വേറെ സെറ്റപ്പ് ചെയ്യാം. ഒരു തട്ടാര് വന്ന് നാട്ടിൽ വേറെ പെമ്പുള്ളാത്ത പോലെ. അയ്യോ, അവളുടെ കാശല്ലല്ലോ.